കുടപ്പന് 2 കുടപ്പൻ കിട്ടിയിട്ടുണ്ട്. അത് കറി വെക്കാൻ പോവാണ്. ചിലയിടത്ത് വാഴച്ചുണ്ടെന്നും പറയും, കുടപ്പനെന്നും പറയും. എല്ലാ കുടപ്പനും കറി വെക്കാൻ കൊള്ളുന്നതല്ല. ഏത്തവാഴയുടെ പാളയംതോടൻ്റെ ഇത് ഒരു പടത്തി എന്താണ് ശരിക്കും ഇതിൻ്റെ എനിക്കറിയില്ല, ചാരപ്പടത്തി, അതിൻ്റെ കുടപ്പനാണ്. നല്ലതാണ് കറി വെക്കാൻ. അതിനാദ്യം എന്നാ എടുക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ ചുമന്ന പോള പൊളിച്ച് കളയണം. ഈ ചുമന്ന പോള പൊളിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ പൂവുണ്ട്. ആ പൂ കുഴപ്പമില്ല, നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ പൊളിക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ എടുത്ത കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നത്. അവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചെറിയ കുഞ്ഞുമക്കൾക്കൊന്നും ഇപ്പോൾ ഇത് എന്നതാണെന്ന് പോലും അറിയാത്ത മക്കളുണ്ടാവും. അവർക്ക് വേണ്ടിയൊക്കെ ഈ പറയുന്നത്. ഇത് അരിഞ്ഞ് കാണിക്കാം എങ്ങനെയാണെന്ന്. ഇത് കുറച്ച് പൊളിച്ച് ഇനി ഈ ചുമന്ന ഇതൊക്കെ അങ്ങ് പൊളിച്ച് മാറ്റുക. പൊളിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ വാഴയുടെയും കൊള്ളുകയില്ല. ഏത്തവാഴയുടെയും പാളയംതോടൻ്റെയും ചാരപ്പടത്തിയോ അതിൻ്റെയും കൊള്ളാം. ചിലതിൻ്റെയൊക്കെ വെച്ചാൽ കഴിക്കും. ഇതൊന്നും കഴിക്കുന്നതല്ല, നല്ലതാണ്. ഇത് അരിഞ്ഞ് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. കുടപ്പൻ അരിയുന്നതിന് മുമ്പേ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേക്കണം, അല്ലെ കയ്യിലൊക്കെ കറ പറ്റും. എന്നിട്ട് ഇത് ഇവിടെ നിന്നാണ് അരിയുന്നത്. ഇവിടെയാണ് അരിയാൻ തുടങ്ങുന്നത്. ഇങ്ങനെ അരിയുന്നത്. ഈ പൂവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പിടിച്ച് കഴിയുമ്പം ഇത് കണ്ടോ, ഇതാണ് നൂല്. ആ നൂല് അങ്ങ് പറിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് എടുക്കണം. എന്നിട്ട് ആ പൂവ് ഇങ്ങനെ അരിയാൻ പറ്റും. നമ്മൾ അരിഞ്ഞതിൻ്റെ അകത്തെ പൂവിൻ്റെ നൂല് വീണാൽ അത് എടുത്ത് കളയണം. ഇതിങ്ങനെ ഇതിന് ഇത് കണ്ടോ അരിഞ്ഞതായത്. ഇനി അരിയാനുള്ള പൂവുകളാണിത്. അതിപ്പോൾ കാണിച്ചില്ലേ, ഇത് ഇങ്ങനെ അരിയുന്നത്. കുത്തിയിട്ട് ഇങ്ങനെ അരിയുക. അപ്പോൾ ആ പൂവുണ്ട്, ആ പൂവിൻ്റെ അകത്ത് ഒരു നൂല് വീഴും. ആ നൂലൂടെ അങ്ങ് എടുത്ത് കളയണം. എണ്ണ പരട്ടണം അതിൻ്റെ കറ കളയാൻ വേണ്ടി. എണ്ണ എടുത്തിട്ട് കൈക്കകത്ത് തിരുമ്മിയിട്ട് ഇത് ഇങ്ങനെ അതിലെ കറയും നൂലും ഒക്കെ പോകാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് നൂലുണ്ട്, വാഴച്ചുണ്ടിൻ്റെ അകത്ത് നൂലുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇത് നൂല് കട്ടകത്തി വരുന്നുണ്ടോ, ഈ നൂലിനെ എടുത്ത് മാറ്റി വെക്കണം. ഇങ്ങനെ എണ്ണ പരട്ടി നൂലിനെ ഇങ്ങനെ എടുക്കണം. അങ്ങനെയാണ് നൂലെടുത്ത് മാറ്റണം. തേങ്ങ, പച്ചമുളക്, ഉള്ളി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത് ചതച്ചെടുത്തിട്ടാണ് കറക്കി ചേർക്കുന്നത്. ഒരുപാട് അരയൊന്നും വേണ്ട, ഒന്ന് കറക്കി എടുത്താൽ മതി. ചട്ടി ചൂടാതെ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടി നമുക്കിതിൻ്റെ അകത്തോട്ട് 2 വറ്റൽമുളക് ഇട്ടു, 2 കരിവേപ്പില ഇട്ടു. അരച്ച് വെച്ച് അരപ്പിടാം. നമ്മൾ ഉപ്പെടുത്ത് ഇട്ടില്ലായിരുന്നു, ഇത് ഉപ്പെടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം ഉപ്പുണ്ട്, 1 ടീസ്പൂൺ. അതിൻ്റെ പച്ചമണം മാറാൻ നമ്മൾ അതൊന്ന് ചൂടാക്കി എടുക്കുക. ഉണ്ടാക്കിയിട്ട് വാഴത്തിൻ്റെ അരിഞ്ഞത് ഇളക്കി വാഴത്തിൻ്റെ വേകാൻ ഒരു ശകലം വെള്ളം കൂടി ഒഴിക്കാം. നമുക്ക് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. കറി വെന്ത് നല്ലപോലെ കുത്തിത്തോർത്തി കറി വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വാഴത്തണ്ട് കറി റെഡിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.